അതിന്റെ പിന്നിലെ കഥ ഉണ്ട്. ഞാൻ മനസ്സിലാക്കണമെങ്കിൽ അത് തേക്കാൻ പഠിക്കാൻ അറിയില്ല. ഞാൻ 18 പെണ്ണ് പോയി കണ്ടിട്ടുണ്ട്. 18ാമത്തതാണ് ആര്? 18 അടവെന്നൊക്കെ പറയല്ലേ, 18ാമത്തതാണ് ഉമ്മച്ചി. അതിൽ ഞാൻ അങ്ങോട്ട് പറ്റിയതും ഇന്നങ്ങോട്ട് പറ്റാത്തതും അങ്ങനെയൊക്കെ കേസുകളുണ്ട്. ജോലിയും കാര്യം അങ്ങനെയൊക്കെയുള്ള പല പല കാര്യങ്ങളായിട്ട് അന്നങ്ങനെ വീടാന്തരം കയറി ഇറങ്ങി പെണ്ണ് കാണലായിരുന്നു. ഒന്ന് കാഴ്ചല്ല, ഒന്ന് ഹൈലൈറ്റ് മാളിലും ലുലു മാളിലൊക്കെ കണ്ടുകാണ്ട് അങ്ങനെ ആണ് വിവാഹം കഴിച്ചുകൊണ്ട് വരികയാണ്. യെസ്, അങ്ങനെയൊക്കെ ഇതാണ്. അപ്പൊ അതുകൊണ്ട് പിന്നെ 18 ആളില് ഞാന് സെലക്ട് ഇത് കേൾക്കടാ, കേൾക്കാത്ത ആളുകൾക്ക് പ്രയോജനപ്പെടാലോ. സെലക്ട് ചെയ്ത ആളാണ്. ഒറ്റ നോട്ടത്ത് തന്നെ ഞാൻ എൻ്റെ മനസ്സിൽ ഞാൻ വിചാരിച്ച കുറെ ക്വാളിറ്റികൾ ഉണ്ടായിരുന്നു. അതൊക്കെ ഞാൻ ഉമ്മച്ചിനോട് ഞാൻ എത്ര ചോദ്യം ചോദിച്ചിട്ടുണ്ട്. ടീച്ചറാണ്. എത്ര വരെ പഠിച്ചു? ബിഎഡിന് പഠിക്കുമ്പോ എന്റെ കൂട്ടുകാരായിട്ട് ഉച്ചഭക്ഷണം കഴിച്ചു കഴിഞ്ഞിട്ട് ഇങ്ങനെ സ്വറക്കയിക്കും. അപ്പൊ പറയും ഈ കെട്ടാൻ പോണ പെണ്ണിനോട് ചോദിക്കാൻ പോണ ഒരു ചോദ്യം ഒന്ന് പറയാറി. അപ്പൊ അങ്ങനെ ആലോചിച്ച് കാര്യമായിട്ടുള്ള ചോദ്യം ചോദിക്കാം. അപ്പൊ നമ്പർ 1 അത് എഴുതിയിരിക്കും. അങ്ങനെ 12 14 ചോദ്യങ്ങൾ തെരഞ്ഞെടുത്ത ചോദ്യങ്ങൾ ഗാർഡനിങ് താല്പര്യം ഒറ്റ ചെടിയില്ല. ഇങ്ങനെ അന്ന് കാലത്ത് ഇങ്ങനെ പെണ്ണ് കെട്ടാൻ പോകുമ്പോ ചെയ്യണം, പെണ്ണ് ഇങ്ങോട്ട് ചോദിക്കൊന്നുമില്ല, ആളങ്ങോട്ട് ചോദിക്കും എന്തൊക്കെയാ. ഇവിടുന്ന് നമ്മളെ നാട്ടിൽ നിന്ന് ഒരാള് ഇതേപോലെ പെണ്ണ് കാണാൻ പോയിട്ടോ. ഇവന് അപ്പൊ അന്നഞ്ഞ് എനിക്ക് പെണ്ണിനോട് സംസാരിക്കേണ്ടതാണ്. സംസാരിക്കുന്നു അല്ല എന്തെങ്കിലും സംസാരിക്കും. അല്ലെ ഓനെ തള്ളിയാണ്ട് വാതിൽ ഇതൊക്കെ ആക്കി. അതിലിപ്പന്നെ ആദ്യം തന്നെ ചോദിച്ചു എന്താ പറയാ, എന്താ പേര് ചോദിച്ചു. സുസ്മിനിയാണ് പറഞ്ഞു. അത് പറഞ്ഞു പോകും. പിന്നെ അവന് ബാക്കി ഓനൊക്കെ ആകെ കൺഫ്യൂഷനായി മറന്നുപോയി. അതിലിപ്പന്നെ ഇങ്ങനെ കീപ്പട്ട് ഇങ്ങനെ നോക്കിക്കുമ്പോൾ പിന്നെ അടുത്ത ചോദിച്ചാണ് ഈ ചെരുപ്പിടുന്ന് വാങ്ങിയതാണ്. കാരണം ചോദ്യം കിട്ടില്ല, ഓന് ചോദ്യമൊക്കെ മറന്നുപോയി. അതിന് വളർന്നത് നിലമ്പൂർന്ന് വാങ്ങിയാണ് കാരണം ഉടനെ നോക്ക് ദേഷ്യം വന്ന് കണ്ടോ. പിന്നെ കുറച്ച് കഴിഞ്ഞപ്പോൾ പിന്നെ ഒരു ചോദ്യം കൂടി ചോദിച്ചാൽ 3 ആണ്ടേ 100 രൂപയ്ക്ക് ചില്ലറുണ്ടോ. അതോടുകൂടി ആ ഓണെങ്കിലും പെണ്ണ് ഓന് പെണ്ണുമില്ല കൂലിയില്ല. 12 ചോദ്യങ്ങൾ ചോദിച്ചിട്ടുണ്ട്. ആ ചോദ്യത്തിനൊക്കെ 90% ആൻസർ നൽകിയോണ്ടാണ് ഇന്ന് നുസ്രത്ത് ബീവി അടുക്കത്ത് വീട്ടിൽ ഈ ഇശൽ മൻസിൽ ഇശൽ വീട്ടില് സഹധർമ്മിണിയായിട്ടും കുടുംബിനിയായിട്ടും ഒക്കെ വാഴുന്നത്. എലിജിബിലിറ്റി ടെസ്റ്റ് എന്താ കാട്ടി? ഇത് വ്ളോഗാട്ടോ. അതില് ഫോട്ടോ വന്നില്ലേ പത്രത്തില്, ആ എല്ലാ പത്രത്തിന്റെ കോപ്പി ആദ്യം തന്നെ മൂന്നാണ് കൊടുത്തേക്ക. എന്നിട്ട് റാങ്ക് പാസ്പോർട്ട് ഫോട്ടോ കൊടുക്കാതെ ഇപ്പച്ചി എന്ത് ചെയ്തു? പത്ര കട്ടിങ്ങൾ വന്നിനി. എന്ത് റാങ്ക് ഹോൾഡറാ? ഡിഗ്രി BA അറബിക്ക് 1ാം റാങ്ക് നേടിയ സിദ്ദീഖ് ഹസൻ അഭിനന്ദനങ്ങൾ എന്നുള്ള മലയാള മനോരമയിലെ കട്ടിങ്. What is this? അപ്പം ഹഡി പൂക്കുറ്റി, അവിടെ ഒരു ബസർ പൂക്കുറ്റി. ഹഡി പൂക്കുറ്റി ഇത് കേട്ടോളൂ, ഇത് ഭയങ്കര ഇതാണ്. മലപ്പുറം കോളേജ്. ഞാന് അന്നൊക്കെ പൈസ 6000 രൂപക്കാണ് ഞാൻ ആദ്യം ജോലി ചെയ്യുന്നത്. ആ സമയത്ത് ജോലിയും കൂലിയും ശമ്പളമൊന്നും അധികം ഇല്ലാത്ത സമയത്താണ് ഇതാണ് സിദ്ദീഖ് ഹസന്റെ ഫോട്ടോ. മാതൃഭൂമി പത്രത്തില് കാലിക്കറ്റ് BA വിജയം 67%. 1ാം റാങ്ക് സിദ്ദീഖ് ഹസൻ. മലപ്പുറം ഗവൺമെന്റ് കോളേജിലായിരുന്നു എന്റെ ഡിഗ്രി. തിരുവങ്ങാടി കോളേജിൽ നിന്ന് ഞാൻ പ്രീ ഡിഗ്രി കഴിഞ്ഞു. കാലിക്കറ്റ് അത് അങ്ങനെ തന്നെ അന്നത്തെ പത്രല്ലേ. പണ്ടത്തെ ലിപി പറഞ്ഞ ഒരു ഇത് കുറവാകും. ഇനി
നിഹാൽ നിഹൽ നെയ്തു. ഇനി ഈ ചങ്ങായിമാര് കേട്ടോ, ഇത് അന്നത്തെ പത്രത്തിൽ വന്നാണ്. ഈ ചങ്ങായിമാര് ഫുൾ A+ വാങ്ങുമ്പോ പറയണ കേൾക്കി ഫുൾ A+ വാങ്ങുമ്പോ നിങ്ങൾ വിചാരിച്ചും വലിയ സംഭവമാണെന്നില്ലേ. 986 ഇതൊന്ന് വായിച്ചാൽ കേട്ടോ. ഓന്റെ മൈക്കോനെ അടിച്ചോട്ടാ. അപ്പോ BA അറബിക്കിൽ 1ാം റാങ്ക് നേടിയ സിദ്ദീഖ് ഹസൻ മലപ്പുറം ഗവൺമെന്റ് കോളേജിലാണ് പരീക്ഷ എഴുതിയത്. PDCയും SSLCയും 1ാം ക്ലാസ്സിൽ വിജയിച്ചിരുന്നു. അങ്ങനെ എഴുതിക്കണേ, 1ാം ക്ലാസ്സിൽ അങ്ങനെ തന്നെ എഴുതിക്കണേ. അത് ഫസ്റ്റ് ക്ലാസ് എന്നുള്ളത് പച്ചയായ മലയാള ലിപിയാണ്. 1ാം ക്ലാസ്സിൽ വിജയിച്ചു, അതായത് ഫസ്റ്റ് ക്ലാസ്സോട് കൂടി വിജയിച്ചിരുന്നു എന്നുള്ളതാണ്. പിന്നെ ഈ വിഭാഗത്തിൽ 2ാം റാങ്ക് നേടിയത് അത് വേറെ. അപ്പൊ തുടക്കം മുതലേ റാങ്കുകളുടെ ഒരു പെരുമയാണ്. അതായത് ഇവിടെയുള്ള പ്രത്യേകത എന്താ വെച്ചാല് ഇമ്മച്ചി ഗവൺമെന്റ് ഉദ്യോഗസ്ഥയാണ്. ഇപ്പച്ചി 10 ഇതൊക്കെ റാങ്ക് ഹോൾഡർ ഡിസ്റ്റിങ്ഷൻ ആണ്. ഇവൻ 10 ഫുൾ A+ ആണ്. ഇവനും 10 ഫുൾ A+ ആണ്. ഞാന് വളം ചാണകൊക്കെ ഉള്ളു. എന്നാലും ഇങ്ങക്ക് അത്യാവശ്യം റാങ്കും സംഭവമൊക്കെ ഉണ്ട്. ഞാൻ ചെറിയ പല്ലി വളം ഗവൺമെന്റ് കോളേജിൽ ഉണ്ടാക്കുമ്പോ അവിടെ നിന്നാണല്ലോ റാങ്ക് കിട്ടിയത്. ഈ MSFന്റെ പ്രവർത്തകർ എനിക്ക് നൽകിയ അന്നത്തെ മലപ്പുറം MLA ആണ്. മലപ്പുറം MLA ആണ് MK മുനീർ സാഹിബ്. മൂപ്പര് എനിക്ക് നൽകുന്ന ഒരു ഗോൾഡ് കോയിൻ അതാണ് ഉമ്മച്ചിയുടെ മാലമള്ള ഷാ എന്നെഴുതിയ സിദ്ദീഖ് 1ാം റാങ്ക് കിട്ടിയത്. 1ാം റാങ്ക് അതാണ് മാലമ്മല്. നമ്മളത് ഇന്നൊരു കണ്ടല്ലോ. അതാണ് അപ്പൊ ഇമ്മ ഷാ എഴുതിയിട്ടുണ്ട്. സിദ്ദീഖ് ഹസൻ എ, അതാണ് ഹനാൻ ഷാ. ആൾക്കാർ ചോദിക്കണേ ഹനാൻ ഷാ എന്നാണ്. ഒന്നാളെ ഞാൻ ടൈറ്റാന്റെ പേര് പറഞ്ഞില്ലേ. ഞാനിങ്ങി മാരോടും വെച്ച് മറ്റേ ചാക്കിൽ ചാട്ടത്തിൽ ചാടിയ ഒരു വെള്ളിക്കളർ പടരുണ്ട് 5. അത് അടിച്ചു വരട്ടി പെയിന്റ് ഒക്കെ അടിച്ചു കൊടുത്തു. അതെ, ഒരു 5-6 ബെൽറ്റ് അടിച്ചാൽ മതി. ചക്രമാല വീണ്ടും അപ്പോഴേ അപ്പൊ അങ്ങനെയാണ് 18 സമ്മാനങ്ങൾ വന്നത്. അതാ